സ്വാഗതം. സയന ടാരോ റീഡിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി ടാരോയോട് ചോദിക്കുന്ന ചോദ്യം, എനിക്ക് ഇപ്പോൾ ആത്മശാന്തി നേടാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതായത് മനസ്സമാധാനം കിട്ടാൻ. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് എനർജിയാണ് താങ്കളുടേത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ ബ്ലോക്കേജ് ആണ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ ശക്തിയാണ്. നാലാമത്തെ കാർഡ് താങ്കൾ എവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ എനർജി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ 9 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡിൽ കാണുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ വിജയിച്ചാണ് നിൽക്കുന്നത്. നമുക്ക് ഇദ്ദേഹം നിൽക്കുന്നത് കണ്ടറിയാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉള്ള ഭാവം ഭയത്തിൻ്റെയാണ്. തലയിലെ കെട്ടും മുഖത്തെ ചോരയും കണ്ടാലറിയാം മുൻകാലങ്ങളിൽ അനുഭവിച്ചതിൻ്റെ വേദനകൾ വീണ്ടും വരുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്താണ് ഇപ്പോൾ താങ്കൾക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ഇത് അസുഖം, പണമില്ലായ്മ, ആരോഗ്യക്കുറവ്, അല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാ രീതിയിലുമുള്ള ബ്ലോക്കേജ് എന്ന് പറയും. അതായത് ഭൗതികമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളിലുള്ള ബ്ലോക്കേജ് വരുമ്പോഴാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് വരുന്നത്. പണം മാത്രമാവണമെന്നില്ല. തീർച്ചയായിട്ടും ഇതാണ് ഇപ്പോഴത്തെ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത്. എന്താണ് താങ്കളുടെ ശക്തി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് 10 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നല്ലൊരു കുടുംബത്തിലൂടെ ജീവിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു എനർജി എന്നതാണ് താങ്കളുടെ ഒരു ശക്തി. അതാണ് താങ്കളുടെ ഒരു വിജയമായി നിൽക്കുന്നത്. ഇത് താങ്കൾ എന്താ പറയുക ആഗ്രഹിക്കുന്നതുണ്ടാവാം, ചിലപ്പോൾ താങ്കൾക്ക് സ്വന്തമായിട്ടുണ്ടാവാം. രണ്ട് രീതിക്കും ആർത്തം വരാം. എവിടേക്കാണ് താങ്കൾ പോകുന്നത് എന്ന ചോദ്യത്തിന് പുതിയൊരു തുടക്കത്തിലേക്കാണ് താങ്കൾ പോകുന്നതെന്നാണ് പറയുന്നത്. ഏസ് ഓഫ് വോൺസ് എന്ന് പറയുന്നത് പുതിയ തുടക്കത്തിൻ്റെ ഒരു കാർഡാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തുടങ്ങി ഇവിടേക്ക് എത്തുമ്പോൾ നാം മനസ്സിലാക്കുന്നത് നമ്മളൊരു വ്യാഴഘട്ടം അല്ലെങ്കിൽ ഒരു കാലഘട്ടം കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അടുത്ത് തന്നെ താങ്കൾക്കത് പ്രപഞ്ചം കാണിച്ചു തരണം. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം.